ഗുരുവായൂരപ്പൻ തന്ന ആ ബ്ലെസ്സിംഗ് ആണ് എന്റെ മോൻ. They speak in Malayalam and fast Malayalam. Like that. And they ask my permission before they drink my blood. സത്യം, അതിപ്പോഴും അങ്ങനെ കേട്ടോ. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്രാന്താണ്. എനിക്ക് വൃത്തി പ്രാന്തെന്നാണ് എന്റെ വീട്ടിലെല്ലാരും. സ്വപ്ന സുരേഷ് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, പുതിയൊരു രോഗം. എണീക്കാൻ പറ്റത്തില്ലല്ലോ. എവരിബഡി സിറ്റിംഗ് ഇൻ എ ലോങ് റോ ആൻഡ് ഈറ്റിംഗ് and I'll say, Mommy, how these people are eating so much? മോഹൻലാലും ശ്രീനിവാസനും ഉള്ള സിനിമ. They buy a pashu, right? Okay. I don't know much about Malayalam movies. Okay. Oops. What is it? വിളിക്കുമ്പോൾ he openly shares his worries, his ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, മൂഡ് ഓഫ്. He calls and tells me and I'll say, what, I don't worry. ഞാനിവിടെ മൊത്തം പ്രശ്നത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയും, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. Please walk to my house with no ego, with no complexes. I will take care of you as a daughter, as a sister, as a mother. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫിറ്റ് വിത്ത് ATP പ്രസൻസ്. നല്ല ഓണം ഉണ്ടോണം. നിങ്ങളുടെ ശരീര സൗന്ദര്യം വീട്ടിലിരുന്ന് തന്നെ നിലനിർത്താൻ പറ്റും ഫിറ്റ് വിത്ത് ATPയിലൂടെ. ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ഓൺലൈനിലൂടെയാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. ഒപ്പം നല്ല ഡയറ്റീഷ്യൻസും ഉണ്ട്. ഫിറ്റ് വിത്ത് ATPയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മുഴുവൻ വിവരങ്ങളും ഉണ്ട്. ഫിറ്റ് വിത്ത് ATP പ്രസൻസ്. നല്ല ഓണം ഉണ്ടോണം. നമ്മളോടൊപ്പം ഒരു വിവാദ നായികയാണ് സ്വപ്ന സുരേഷ്. ഞാനേ കുറേ നാളായിട്ട് കരുതി വെച്ചൊരു ചോദ്യമുണ്ട്. എന്തെങ്കിലും സ്വപ്ന സുരേഷിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ചോദിക്കണം എന്ന് എൻ്റെ മനസ്സിൽ കരുതി വെച്ചാൽ. സാധാരണ പെൺകുട്ടികൾ പിന്നെ കളർ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. ഒരു ദിവസം ഇടുന്ന കളർ പിറ്റേ ദിവസം ഇടില്ല, വേറൊരു കളർ. ഞാൻ ചേർത്തുകൊണ്ട് 3-4 ദിവസം ഈ ഒരു കളർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ദിവ്യ എൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് ഈ കളർ മാത്രമേ ഉള്ളൂ ചേട്ടൻ എന്നൊക്കെ ചോദിക്കും. സാധാരണ പെൺകുട്ടികൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ കളറുകൾ ഇടാനുള്ള ഒരു ആവേശം ഉണ്ടാവും. സ്വപ്നെ കാണുന്ന കാലം മുതൽ ബ്ലാക്കാണ് ഇട്ടുകൊണ്ട് ഞാൻ നടന്ന് കണ്ടിട്ടുള്ളത്. എല്ലാ ഇൻ്റർവ്യൂസിലും കാണുന്ന സമയത്ത് മുഴുവൻ മുടിയൊക്കെ കളർ ചെയ്താൽ പോലും ബ്ലാക്കിലാണ് കാണുന്നത്. എന്താണ് അതിൻ്റെ സംഭവം? എന്താണ് ബ്ലാക്കിനോട് അത്ര ഇഷ്ടമാണോ? ഞാൻ ആദ്യം വിചാരിച്ചത് അയ്യപ്പ ഭക്തയായിരിക്കും എന്നാ. അപ്പോൾ ഈ ഞാൻ വിചാരിച്ച സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണോ? ബ്ലാക്ക് മാത്രമേ ഇടൂ? ബ്ലാക്ക് അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് പോലെ. ഇതൊന്നും അല്ല. ബേസിക്കലി 21 years ആയി ബ്ലാക്ക് മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ ഇനി ആരുടെയെങ്കിലും അടുത്ത ബന്ധത്തിൽ എന്തെങ്കിലും കല്യാണം ആൻഡ് ദെൻ മൈ മദർ ഓർ സംബഡി റിക്വസ്റ്റ് ഓർ ഫോഴ്സസ് മീ ടു വെയർ കളർ സാരി ഓർ സംതിങ്, എങ്കിൽ മാത്രമേ കളർ വാങ്ങിക്കൂ. അത് ആ പ്രാവശ്യം കൊടുക്കും, എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കും. ബിക്കോസ് ഐ ഡോണ്ട് യൂസ് കളേഴ്സ്. 21 years, എൻ്റെ മോൾക്ക് 22 years ആയി. ബിക്കോസ് ഞാൻ ഭയങ്കര കളർഫുൾ പേഴ്സൺ ആയിരുന്നു. വളരെ ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ് കുഞ്ഞിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചുരിദാർ വളരെ സിൽക്ക് മെറ്റീരിയൽ, നമ്മൾ UAE ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ചുരിദാറും സാരീസും ഒക്കെ വെറൈറ്റീസ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. ഓൾ ജീൻസ് ആൻഡ് വെസ്റ്റേൺ വെയർസ്. അപ്പോൾ I bought one silk chudidar which reminds me because of this color. It's like a vermilion and pink combination. അപ്പോൾ ടു ഇംപ്രസ് മൈ ഹസ്ബൻഡ് ഞാൻ അതെല്ലാം ഇട്ട് അതിന് മാച്ചിങ് ബാംഗിൾസ് എല്ലാം ഇട്ട് ഡ്രസ്സ് ചെയ്ത് എവിടെയോ പോകാൻ ഇറങ്ങിയപ്പോൾ he said, എന്തുവാ ഇത്, വേർ ആർ യു ഗോയിങ്, ആരെ കാണിക്കാനാണെന്നുള്ള രീതിയിൽ ഹി വാസ് വെരി നെഗറ്റീവ്. ഹിസ് അപ്രോച്ച് വാസ് വെരി നെഗറ്റീവ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഐ ഫെൽറ്റ് വെരി സാഡ്. ഞാൻ അത്രയും നേരം എഫേർട്ട് എടുത്ത് ഈ ചുരിദാർ ഇടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് UAE അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഐ ഗോട്ട് എ വെരി നെഗറ്റീവ് ദിസ് തിങ് വൈബ് ആൻഡ് ദറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഫ്രം ഹിം. നമ്മൾ കല്യാണം കഴിച്ചിട്ടും കുറച്ച് നാളെ ആയുള്ളൂ. I said, I didn't cry in front of anyone, but I just went inside and then I changed. I put a black dress and a black jeans, black topum jeansum, ഒരു ബ്ലാക്ക് ഷൂസും ഒക്കെ എടുത്തിട്ട് വളരെ നോർമലായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങി വന്നു. ഫ്രം ദെൻ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര വേദനയായിരുന്നു.
I tried to impress him by dressing like a beautiful girl or a woman or wife, but it was not accepted and ബാക്കി എല്ലാവരും കളർഫുള്ളാ. അപ്പോൾ ഐ തോട്ട് ഈ കളേഴ്സേ ജീവിതത്തിൽ വേണ്ട. അങ്ങനെ അതങ്ങ് ശീലിച്ച് പിന്നെ മമ്മിയൊക്കെ പറഞ്ഞു മടുത്തു. പിന്നെ ഇപ്പൊ അവരായാലും എന്തെങ്കിലും ഒന്ന് എടുത്ത് തരുന്നെങ്കിൽ അത് ബ്ലാക്ക് ആയിരിക്കും. ഈവൻ മൈ ചിൽഡ്രൻ ആൻഡ് നൗ ഇറ്റ്സ് ബിക്കം എ പാർട്ട് ഓഫ് കോൺഫിഡൻസ് ഓൾസോ. ആൻഡ് I feel that okay, I am comfortable with black. My personality is as strong as black because it is that one color you can identify among everyone. It is that one color you mix with any other color, you will not get a good color. I feel. പക്ഷേ ഒരു കാര്യം കേട്ടോ, ബ്ലാക്ക് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത് ഒരു വലിയൊരു കാര്യമാണ്. ഒരുപാട് ലോകത്തിലുള്ള ആളുകൾ ബ്ലാക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ കറുപ്പ് എല്ലാ നിറങ്ങളെയും വലിച്ചെടുക്കും. കല്ലു, എനിക്കൊരാഗ്രഹം, സ്വപ്നയുടെ ഉള്ളിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കല്ലു. ഞാൻ അത് കേൾക്കാനായിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചുരുക്കണം. തേങ്ങ ഉടക്കിട്ടെ. സ്വപ്ന, ഞാനൊരു റിക്വസ്റ്റ് വെക്കാം. ഇപ്പോൾ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സ്വപ്ന ഈ എപ്പിസോഡിൽ ബ്ലാക്ക് ഇട്ട് വന്നു. ലുക്ക് അമേസിങ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഈ ഓണ സമയത്ത് മലയാളികളുടെ മുന്നിൽ ഒരു മലയാളിയുടെ വേഷമായിട്ടുള്ള ഒരു എന്താ പറയുക, മുണ്ടും വേഷ്ടിയോ അല്ലെങ്കിൽ ഒരു സെറ്റ് സാരിയോ ഒക്കെ ഉടുത്തിട്ട് വരാൻ സാധിച്ചാൽ അതൊരു വലിയ വ്യത്യാസമായിരിക്കും. ഈ പൂക്കളത്തിലെ നിറങ്ങൾ പോലെ തന്നെ സ്വപ്നയുടെ മനസ്സിലേക്കും നിറങ്ങൾ തിരിച്ചു വരണം. Why not? പറ്റൂല്ലേ? I never reject anybody's requirements and that's the request from the heart. See, I am here to be a part of the happiness. I'm not here to be a part of myself. I'm here to enjoy those little moments that you're gifting me now, which no one else has done. So I would definitely accept it and I'll do that for you. പക്ഷേ ഈ തലമുടി ഇങ്ങനെയൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന കാരണം എനിക്ക് മുല്ലപ്പൂ തന്നാൽ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. That I look like a KG student. So അത് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട. പക്ഷേ ഫ്യൂഷൻ ആവട്ടെ. അതെ, 22 വർഷങ്ങൾക്ക് ശേഷം ഒരു ചന്ദന കളർ മുണ്ടുവേഷ്ടിയോ അല്ലെങ്കിൽ സാരിയിലോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ആ വെളുത്ത നിറത്തിൽ, ആ ചന്ദന നിറത്തിൽ ഇനി മലയാളികൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ നിറച്ച് വർണ്ണങ്ങൾ തരട്ടെ. അതങ്ങനെയല്ലേ ചേച്ചി പറയേണ്ടത്? സാധാരണ നമ്മൾ സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുള്ളത് കറുത്ത വേഷത്തിലാണ്. അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു, അതിപ്പോൾ പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് 22 വർഷങ്ങൾക്ക് ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും തിരിച്ചു വരികയാണ് മലയാളി മങ്കയായിട്ട് ഒരു കളർഫുൾ ഡ്രസ്സുമായിട്ട്. ഓക്കെ, I hope people will accept. Black was better. അങ്ങനെ വല്ലതും പറയുമോ? ഇല്ല, കുഴപ്പമില്ല. ബ്ലാക്ക് ഒഴിവാക്കണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ബ്ലാക്ക് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ബ്ലാക്ക് ഇടയ്ക്ക് ഇടാം. ഞങ്ങളൊക്കെ ബ്ലാക്ക് ഇടുന്നില്ലേ? അപ്പോൾ അതുപോലെ ബ്ലാക്ക് ഇടാം. ബ്ലാക്ക് ഒഴിവാക്കണ്ട മനസ്സിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. കല്ലു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്. ആൾക്കാർ ബഹുജനം പല വിധമെന്നാണ്, പലരും എഴുതുന്നതും പല വിധത്തിലാണ്. അപ്പോൾ എന്താണ് സ്വപ്ന സുരേഷ്, ആരായിരുന്നു എന്നൊക്കെ അറിയാനൊരു ആഗ്രഹമുണ്ട്. സ്വപ്ന സുരേഷ് ഒന്നുമല്ലായിരുന്നു. ഈ സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷ് ആക്കി മാറ്റിയത് ഈ മാധ്യമങ്ങളാണ്. ബട്ട് ബേസിക്കലി സ്വപ്ന വാസ് ജസ്റ്റ് എ നോർമൽ ഗേൾ ബോൺ ഓഫ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ആ കുട്ടിക്കാലത്തെ പറ്റി ഞങ്ങളെ പണ്ട് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ദാസനും അതന്നെ, ദാസനും വിജയനും മോഹൻലാലും ശ്രീനിവാസനും ഉള്ള സിനിമ. They buy a പശു, right? Okay. I don't know much about Malayalam movies. Okay. അപ്പോൾ അന്നത്തെ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡിഫറെന്റ് അല്ലേ? അപ്പോൾ ആ കാലത്ത് അത്രയും വലിയ പോസ്റ്റിലിരുന്ന ഒരാൾ, അച്ഛൻ, അതും ഷെയ്ഖുമായിട്ട് അടുത്തിടപഴകിയിരുന്ന ഒരാൾ. അപ്പോൾ ഒരു ഷെയ്ഖിന്റെ കുട്ടിയെ പോലെ തന്നെ വളർന്ന കുട്ടിയല്ലേ? 100%. എൻ്റെ അച്ഛൻ ഷെയ്ഖ്, അവിടുത്തെ റൂളറിന്റെ PRO ആയിരുന്നു. എൻ്റെ അമ്മ ഹൗസ് വൈഫ്. എനിക്കൊരു എൽഡർ ബ്രദറുണ്ട്. നൗ ഹീസ് ഇൻ ദി US. ആൻഡ് എനിക്കൊരു യങ്ങർ ബ്രദറും ഉണ്ട്. ഹീസ് റൈറ്റ് നൗ ഇൻ ട്രിവാൻഡ്രം. He's working for a private firm. Very thankful to my അച്ഛൻ ആൻഡ് അമ്മ ബിക്കോസ് ഇത്രയും ഫെസിലിറ്റീസിൽ വളർന്നുകൊണ്ട് ഈ നിമിഷം വരെയും ഫെസിലിറ്റീസിന് വേണ്ടിയോ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ മുമ്പേ തലകുനിച്ചിട്ടേ ഇല്ല. ദാറ്റ്സ് എ വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ് ക്യാരക്ടർ ദാറ്റ് ഐ കുഡ് കം അപ്പ് വിത്ത് ബിക്കോസ് ഓഫ് ദിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ ചൈൽഡ്ഹുഡിനെ പറ്റി നല്ലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ
ഞാൻ സ്കൂളിൽ എന്നെ സ്കൂൾ ബസ്സിലൊന്നും അല്ല സ്കൂളിൽ വിടുന്നത്. എൻ്റെ ഡാഡി എന്നെ ഡ്രോപ്പ് ചെയ്യും, എന്നെ പിക്ക് ചെയ്യും. ബിക്കോസ് ഹി വാസ് വെരി കൺസർവ്ഡ് ആൻഡ് കൺസർവേറ്റീവ് കൈൻഡ് ഓഫ് മലയാളി യുനോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇന്ന് പോകുന്നത് ഹമ്മറിലാണെങ്കിൽ നാളെ പോകുന്ന ബെൻസിലായിരിക്കും, മറ്റന്നാൾ പോകുന്ന BMW ബിക്കോസ് ഇതെല്ലാം ഫാൻസി നമ്പർ ഷെയ്ക്കിൻ്റെ കാസ്. ഡാഡിക്ക് ഫുൾ ഫ്രീഡമാണ്. മൈ ഡാഡ് PRO എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. ഷെയ്ക്കിൻ്റെ ഒരു ബ്രദർ പോലെ, അവർ സെയിം ഏജ് ആയിരുന്നു, ഷെയ്ക്കിൻ്റെ ബ്രദർ പോലെ ആയിരുന്നു. സോ ഐ യൂസ് ടു ഹാവ് ഓൾ ദറ്റ് റോയൽറ്റി യുനോ. നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് തന്നെ ഓൾവേസ് പാലസിൽ നിന്നാണ്. ബിക്കോസ് പാലസ് ഇവിടെ ആണെങ്കിൽ ക്വാർട്ടേഴ്സ് ഇവിടെ തൊട്ടടുത്ത. വി ആർ ഇൻ ദ പാലസ് കോമ്പൗണ്ട് വിത്ത് ലോട്ട് ഓഫ് സെക്യൂരിറ്റി, വിത്ത് ലോട്ട് ഓഫ് പ്രിവിലേജസ്. അതിൻ്റെ അകത്ത് ആർക്കും കയറി വരാൻ കഴിയില്ല. ആൻഡ് ഫുഡ് എല്ലാം ഷെയ്ക്കിൻ്റെ കിച്ചണിൽ നിന്നാണ് നമുക്ക് വരാറ്. ആൻഡ് വീക്കെൻഡ്സ് പ്രിൻസസ് വിളിക്കും. മീ ആൻഡ് മൈ മദർ വിൽ ഗോ ഫോർ ഡിന്നർ ദെയർ. പ്രിൻസസ് കൈ കൊണ്ട് യുനോ തരും ഭക്ഷണം. ഷീ വിൽ ആക്ച്വലി ഫീഡ് മീ ബിക്കോസ് ഐ വാസ് ഹർ ബെസ്റ്റ് girl child, like I was small, and we used to play with the royal family children. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ റോയൽ ഫാമിലിയിലെ മക്കളായിരുന്നു. സോ റോയൽറ്റിയിൽ തന്നെയാണ് ജീവിച്ചത്. ഒരു കുറവും ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒന്ന് ചോദിച്ചാൽ 10 കിട്ടുന്ന വീട്ടിലാണ് ഞാൻ വളർന്നത്. സ്വപ്ന, ഞാൻ ചോദിക്കട്ടെ, സ്വപ്ന, ഈ നമ്മളൊക്കെ പണ്ടേ ഈ അറബികളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഓസ്റ്റൻറ്റേഷ്യസ് ആയിട്ടുള്ള ലക്ഷറിയിലാണ് അവർ ജീവിക്കുന്നത്. ചില അറബിക് ഡിഷസിന്റെ പേരൊക്കെ ഒന്ന് പറയുമോ അന്ന് കഴിച്ചിരുന്നത്? ഇപ്പൊ നിലവിൽ ഐ മീൻ എല്ലായിടത്തും നോക്കിയാലും മന്തി, കബ്സ എന്നൊക്കെ പറയുമല്ലോ. ഹമൂസ്, മുത്തബൽ, തബൂലെ, ദീസ് ആർ ഓൾ appetizers. Sambusik, which is like samosa. Oh, it's very tasty. Then their grill, the tikka, is very very tasty. Tikka kebab is the Mediterranean thing with no spices at all. Then their beautiful sweet is umali, which we actually another similar taste ആണ് ഇവിടുത്തെ ബ്രെഡ് പുഡിംഗ്. ബട്ട് ദെൻ ദാറ്റ് ഇസ് ബേസിക്കലി പേസ്ട്രി വേഫേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള സെറ്റിംഗ് ആണ് വിത്ത് ഹോട്ട് മിൽക്ക് ആൻഡ് ആൽമണ്ട്സ് ആൻഡ് പിസ്താസ് ഒക്കെ ഇട്ടിട്ട് ഉമാലി. അത് സെയിം തിങ് ഉമാലി. ഉമാലി മീൻസ് അലിയുടെ ഉമ്മ, അലിയുടെ അമ്മ കണ്ടുപിടിച്ച ഒരു ഡെസേർട്ടാണ് ഉമ്മാലി. അതെ അതെ, ഉമ്മാലി. നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഭക്ഷണമായിട്ട് എന്തെങ്കിലും സാമ്യമുള്ള ഭക്ഷണം ഉണ്ടോ അവിടെ? ഇവിടെ അവര് ആപ്പിറ്റൈസറായിട്ട് കുടിക്കുന്നത് നമ്മളുടെ രസം ആണോ? ആദ്യം രസം കഴിക്കും, നമ്മൾ അവസാനം രസം കഴിക്കും. റോയൽ ഫാമിലീസിൽ ആദ്യം രസം കുടിക്കും. They say that digestion നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ സൂപ്പ് കുടിക്കില്ലേ, അതേപോലെ they take shots of rasam in the royal family. സെയിം നമ്മളുടെ രസമാണ് അത്. ബേസിക്കലി ഭയങ്കര ഡൈജഷന് നല്ലതാണ്. ഈ മീറ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അത് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് we actually first have rasam. പിന്നെ we have this Arabic coffee, kahwa. People say gawa, it's kahwa. It's kahwa. Yeah, it's kahwa. ഇത് പറഞ്ഞപ്പോഴാ അറബി അവിടെ പിടിച്ചു ഞാൻ കേട്ടോ. ഈ നമ്മള് ഗാവാന്നും കാവാന്നും പറയും, പക്ഷെ how do you pronounce it? Kahwa. It's from the epiglottis. Kah. It's Q A H W A. Kahwa. കറക്റ്റ് ആണോ? പറഞ്ഞ ശരിയാണോ? ഓക്കെ. അപ്പം ഞാൻ ഇനി കാര്യം അതെ, ഞാൻ ഇത്തിരി അറബി മാത്രമല്ല സ്വപ്ന വേറെ ഏതൊക്കെയോ ഭാഷകൾ പഠിക്കും, അതൊന്നും അറിയണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഫ്രഞ്ച് അറിയാം കുറച്ച്. now touch വിട്ടുപോയി. and Arabic. Okay. Back to കുട്ടിക്കാലം. So we used പ്രിൻസസ് വാരി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിൻസസിന്റെ കുട്ടിയായിരുന്നു എന്നുള്ള രീതിയിൽ അവരെല്ലാ പ്രാവശ്യവും ഫീഡ് ചെയ്തിരുന്നു. പിന്നെ we used to play together. ഇതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കുന്നത് when we go outside. പിന്നെ റേസ് സൈക്കിളിൽ, ബിക്കോസ് ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കയില്ലേ, സോ we do race, cycle racing. ഡാൻസ് ചെയ്തിട്ടുണ്ടോ? Of course, Arabic dance with this ഇങ്ങനെ മുടിയിട്ട് അടിച്ചിട്ട് നമ്മുടെ നാഷണൽ ഡാൻസ് കളിക്കും അല്ലേ? അത് ഗേൾസ് ആണ്. ബോയ്സ് മറ്റേ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരേ ഷേക്ക്. അതെ അതെ, അതൊരു റിതമിക് മ്യൂസിക്. That's like ഇങ്ങനെ തല മാത്രം.
ഓക്കെ. പിന്നെ ഇന്ത്യൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കലോ എന്തെങ്കിലും? ഇല്ല, ഒക്കെ അവരുടെ നത്തിങ് ടു ഡു വിത്ത് ഇന്ത്യൻ കൾച്ചർ ആക്ച്വലി. ചുരുക്കം പറഞ്ഞ ഒരു അറബിക് കുട്ടിയായിരുന്നു സ്വപ്ന. ആക്ച്വലി കല്യാണം 2000 കഴിഞ്ഞപ്പോഴാണ് മലയാളം കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഐ ഡിഡ്ന്റ് ഹാവ് എ പ്രോബ്ലം ബിക്കോസ് മൈ ഹസ്ബൻഡ് ദെൻ ആൻഡ് മൈ father in law then, you know, he's a lawyer, so I could manage the conversation. പക്ഷെ my mother still says, മോളെ നീ എവിടെയെങ്കിലും പോയാൽ മലയാളം മാത്രം പറയരുത്, അടി കിട്ടും. ബിക്കോസ് ഈ വേർഡ്സിൻ്റെ ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ വേർഡ്സിൽ തെറ്റുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ റിയലൈസ് ദാറ്റ് ഐ സെഡ് സംതിങ് സ്റ്റുപ്പിഡ്, ബട്ട് ദ പേഴ്സൺ ഹു ഹിയേഴ്സ് ദാറ്റ് ഡെഫിനറ്റ്ലി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ മലയാളികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മലയാളം അറിഞ്ഞൂടാത്ത ആരെങ്കിലും മലയാളം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് തെറ്റ് കണ്ടാലും നമ്മൾ അങ്ങനെ ക്ഷമിക്കില്ല. പക്ഷെ മലയാളികളുടെ ഒരു ക്വാളിറ്റിയാണ്, ഇപ്പൊ ഏത് അറിഞ്ഞൂടാത്ത ഒരാളും മലയാളം സംസാരിച്ചാലും നമ്മൾ പ്രൗഡാവും. വീട്ടിൽ അച്ഛനും അമ്മയും മലയാളം പറയുമായിരുന്നോ? അവര് തമ്മിൽ സംസാരിക്കും, നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ they speak in Malayalam and fast Malayalam. But now ഇപ്പൊ മനസ്സിലാവും. ബട്ട് അതർവൈസ് ഓൾസോ ഇപ്പൊ ഞാൻ ആരെങ്കിലും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഐ സേ പ്ലീസ് ക്യാൻ യു ടോക്ക് വെരി സ്ലോലി, ആൻഡ് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ടോക്ക് ടു മീ in English because I will not understand the technicality. നിങ്ങൾ വീട്ടിലെ സിബ്ലിങ്സ് we speak in English. ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. പിന്നെ അറബിക് പറയാനുള്ള എവിടെ ഓപ്പർച്യൂണിറ്റി? അറബിക് നമുക്ക് കമ്പൽസറി ഒരു സബ്ജക്റ്റ് ആണ്. Okay. You get A+ in all the subjects. പക്ഷേ അറബിക്കിന് ഒരു മാർക്ക് കുറഞ്ഞ് തോറ്റാൽ finished. You sit in the same class. You repeat. I used to love learning Arabic. We never thought നമ്മൾ ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഇപ്പോഴും കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം അവിടെ തന്നെ സെറ്റിൽഡ് ആണ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് കണക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ്? ഇപ്പൊ ഈ ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ ആയതിനു ശേഷം ഐ ഡോണ്ട് ലൈക്ക് ടു, ബിക്കോസ് അവരൊക്കെ നല്ല നിലയിലാണ്. അപ്പോൾ എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഞാൻ ഒരിടവും എത്തിയിട്ടില്ല. അപ്പോൾ ആക്ച്വലി അവരെക്കാളും നല്ലപോലെ പഠിക്കുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. ആൻഡ് ബട്ട് സ്റ്റിൽ യു നോ ഐ ഡിഡ്ന്റ് റീച്ച് എനിവെയർ. അറബി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? അറബിക് ടു മെനി. ആ കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു സ്വപ്ന? നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ, അതൊക്കെ ഈ ലോകത്തെ എല്ലാ കുട്ടികളും ഒരുപോലെയാന്നൊക്കെ പറയും, പക്ഷെ അവരെങ്ങനെയായിരുന്നു സത്യത്തില്? അവര് അനുഭവത്തിൽ നിന്നാ പറയണ്ടേ? They are actually normal children like us, പക്ഷേ they are more high-fi, you know. അവര് ജനിക്കുമ്പോഴേ അവര് നമ്മളെ പോലെ ഈ മണ്ണും അങ്ങനെയൊന്നും അല്ലല്ലോ. വെരി സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫ്, ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ലൈഫ്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ലൈഫാണ് നമ്മളുടേത് എല്ലാവരുടേതും. എൻ്റെതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ യു ടെൽ മീ ടു ബൈ ചിക്കൻ or mutton, I will definitely go to a supermarket and buy, because I will look at the surroundings and the hygiene part of it, you know. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്രാന്താണ്. എനിക്ക് വൃത്തി പ്രാന്തെന്നാണ് എൻ്റെ വീട്ടിലെല്ലാവരും. ഇതാണ് അറബ് ലൈഫ്. I'll tell you, every 2 years we come for vacation. So we plan from there. My parents will plan that we will stay for 2 months. My dad has to go back after 1 month. ഒരു മാസത്തെ leave. My mother and we school 2 months off. And my mother's a homemaker. So അങ്ങനെ വരാൻ നേരത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആൻഡ് യു നോ ഗിഫ്റ്റ്സ് വാങ്ങിക്കുക, ന്യൂ ഡ്രസ്സ് വാങ്ങിക്കുക, എവറിത്തിങ്, യു നോ. വി ലവ് ഷോപ്പിംഗ്. Me and my brother will sit at the window side of the flight. And then land ചെയ്യാൻ സമയമാകുമ്പോൾ when the cabin crew will announce seat belts, fasten your seat belts because it's time for landing എന്ന് പറയുമ്പോൾ we look into that, we look down from the window. And then we see this Shangamoham airport in the wall with that green thing, no? And we start crying in the flight. We'll say, "Ayyo, paint adichittilla," which means mosquitoes. Kerala has not changed now. Oh my God, I think it's a dirty smell now. And then we become sad. Appo my mother will shout at us, "Mindadirikku 2 പേരും എന്ന് പറഞ്ഞാൽ 3 പേരും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് വഴക്ക് പറയും." And then നമ്മൾ താഴെ ഇറങ്ങിയിട്ട് we are crying, we want to go back. First day വെളിയിലോട്ട് ഇറങ്ങണ്ട, എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകണം. പിന്നെ മമ്മി പറയും പെട്ടിയൊക്കെ തുറന്ന് പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഒന്നും തരത്തില്ല. We need to carry them back, right? And chocolates ഒക്കെ ഒരുപാടുണ്ട്, അപ്പോൾ അതെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ ഒരു 15 days. ഈ 15 ഡേയ്സിൽ എന്തോ മഴ സമയമല്ലേ നമ്മളിവിടെ വരുന്നത്, ജൂലൈ ഓഗസ്റ്റ്. 15 ദിവസം എന്നും പറഞ്ഞു വരും. ആദ്യത്തെ 1 week
കൊതു അടിക്കും, ഇൻഫെക്ഷൻ ആവും, പനിയാവും, ആൻഡ് വി ക്രൈ ഓൾ ദ മോർ. ഓ മൈ ഗോഡ്. ആൻഡ് ദെൻ നൗ ഇപ്പോൾ ഈ പ്രായത്തിലും ഐ ടെൽ മൈ സൺ ആൻഡ് എവ്രി വൺ, ഈ കൊതുവിന്റെ വംശം നശിച്ചു പോട്ടെ. ബിക്കോസ് എവിടെ വീട്ടിൽ കൊതു ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് എന്നെ മാത്രമേ കൊത്തു. And then I have allergy there, and I say, what is wrong with the kodus of this Even with the kodu, even with the even kodu, with the mosquitoes. Can't they ask my permission before they drink my blood? No, very tragic. Yacht vacation when we come here, because namala pani mari കഴിയുമ്പോൾ it's time for going back with all the scars and all the marks. പെൺകുട്ടികളെ കമന്റ് അടിക്കാനൊക്കെ ഇരിക്കുന്ന ജംഗ്ഷനിൽ കുറച്ച് പേരുണ്ടാവുമല്ലോ, അപ്പൊ അതുപോലെ കൊതുവിന്റെ ഇതുപോലെ കമന്റ് സ്വപ്നം വരുന്നുണ്ട്. സത്യം, അതിപ്പോഴും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ട്രിവാൻഡ്രത്ത് വന്നു കഴിയുമ്പോൾ ഉള്ള ഏറ്റവും നല്ല എന്തെങ്കിലും മെമ്മറി ഉണ്ട്? ഈ കൊതുകിനെയൊക്കെ മാറ്റി വെച്ചാൽ എന്തെങ്കിലും നല്ല ഇവിടെ വരുമ്പോഴാണ് അച്ചപ്പം, മുഴുക്ക്. മുഴുക്ക്, മൈ ഡിയർ, ഇറ്റ് ഈസ് മുറുക്ക്. അല്ലല്ല, എന്താന്ന് വെച്ചാൽ അവിടെ ഈ നമുക്ക് ഇതില്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ തൊണ്ടേന്നുള്ളൊരു ഇതാ. അപ്പൊ ഇപ്പൊ I don't get that. അപ്പൊ ഞങ്ങള് വറക്ക്, മുറുക്ക്, ചെറുക്ക്, അത് ആർട്ടിഫിഷ്യൽ അല്ല, അറിയാണ്ട് ശീലിച്ചു പോയി. Because nowadays all this new generation, they try to imitate and put a fake accent to their English or their Malayalam, and that's kind of very irritating. I always tell, what you are, you say it, you portray yourself as what you are. Because you put a fake accent, ഒരു 2 minutes കഴിയുമ്പോൾ we forget that it was a fake accent, and when we come back to our കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. മറ്റേ ഇതിനകത്ത് ഇത് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അതിന്റെ ഇടയിൽ ഏറ്റവും നല്ല ഒരു സമയം മെമ്മറി കേരളത്തിൽ വന്നിട്ട് അച്ചപ്പം, മുഴുക്ക്. My grandmother makes all this and keeps, all these things. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യം ഇലയില് സദ്യ കഴിക്കുക എന്നുള്ളത്. അല്ല, അറിയില്ല ഓർഡർ ഒന്നും. And then ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും, ഒഴിച്ചോളൂ എല്ലാ കറിയും ഒഴിച്ചോളൂ, and then we close it and go because we don't know. വീട്ടില് our diet was totally different. We have hot dogs, burgers, coke, ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ള അറബിക് ഫുഡ്. വീട്ടില് മമ്മിക്ക് ഡാഡിക്ക് നിർബന്ധം കേരള ഫുഡ്. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് ഗേറ്റ് കടന്ന് പാലസ് അല്ലേ നടന്നിങ്ങനെ ദൂരം വരുമ്പോ we'll ask, Mommy, what's the menu? And then my mother will say, sambar, avial and chor and mean vartad, and we're like, because there's some hot dogs left in the freezer. Because for us, we feel how these people are eating so heavy food, ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ we get bloated, and then എന്നിട്ട് ഈ വീടുകളിലും സദ്യയൊക്കെ കഴിക്കാൻ കല്യാണത്തിനൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ me and my brother, we have a problem. They come so fast, all these people are hogging, and then they go, they use the pulp. Pulp കഴിഞ്ഞ ഉടനെ they bring the sambar. So then once I start with the pulp, they will bring sambar, then they will bring all the തോരൻ വരും, പിന്നെ പച്ചടി വരും. All these things are together. So finally we sit like, okay, നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എണീക്കാൻ പറ്റത്തില്ലല്ലോ. Everybody sitting in a long row and eating, and I'll say, Mommy, how these people are eating so much? നിനക്കറിയില്ല അതിന്റെ ഗുണം. അല്ല, അപ്പൊ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞു, നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് കുറച്ചുകൂടെ മുതിർന്നിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു? 12th വരെ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അണ്ടർസ്റ്റുഡ് ദാറ്റ് നോ മൈ ഗോഡ്, കേരള ഇസ് എ ബിഗ് ഹ്യൂജ് തിങ്, മൈ ഗോഡ്, ഐ ഡോണ്ട് നോ മലയാളം, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ദാറ്റ് ഫേക്ക് അല്ല ആവരുത്. അപ്പോൾ സാധാരണക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇഫ് ഐ കം ആൻഡ് ഷോ ഓഫ് ആസ് എ ന്യൂ ബ്രൈഡ്, I speak in English, then it's going to be actually very difficult and very pathetic, and I make them feel also bad. അപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കും. പഠിച്ചു. ഞാൻ വീട്ടിൽ ഗൗരിയുടെ അച്ഛൻ, ഗൗരിയുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഏറ്റവും കൂടുതൽ they started talking to me in Malayalam, and then I started speaking in Malayalam. കുറേ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. I have faced കുറേ problems. ഈ ലേഡീസ് തമ്മിൽ സംസാരിക്കുമ്പോൾ മീനിങ് മാറിപ്പോവല്ലോ, തെറ്റിദ്ധരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക്
ഒരു സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് ദിസ് ലാംഗ്വേജ്. അതിന് സ്വപ്ന വളരെ സാധാരണ. സ്വപ്ന ആദ്യം എന്നോട് സംസാരിക്കുമ്പോൾ സ്വപ്നയുടെ മനസ്സിൽ അയ്യോ ഇതാ ഒരു മീഡിയ പേഴ്സൺ ഇന്നാണല്ലോ കാണുന്ന ആദ്യമായിട്ട്. അപ്പോൾ പിന്നെ ആ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഈസിലേക്ക് വന്നു ആള്. അത് കഴിഞ്ഞ് പിന്നെ ആഫ്റ്റർ എ വീക്ക് ഓൺലി ഞാൻ വിളിച്ചുള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ച് രണ്ടാമത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു, +2 ഒക്കെ കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്നാണ് ഒരു ഈവൻറ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു ഉഗ്രൻ ഓർഗനൈസർ ആണെന്ന് പറഞ്ഞു. ആ രീതിയിലേക്ക് എന്നാ മാറുന്നത്? 2003 I started working with the international airport in Abu Dhabi. അപ്പോൾ അവിടെ I was like join ചെയ്തു 1 month കഴിഞ്ഞപ്പോൾ തന്നെ because of my performance I was the best employee for that month. And there was 1 month. Which department? ഏത് department? Customer service, passenger service association. അപ്പോൾ there was an examination where I scored 100 out of 100. And then because I do makeup properly, I became the model for Etihad Airways. They actually transferred me from normal ADAS എന്ന് പറയുന്നത് like അദാനി പോലത്തെ കമ്പനി പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ കമ്പനീസ് ഉണ്ടല്ലോ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസിൻ്റെ കമ്പനി. അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. 1 മാസം കഴിഞ്ഞപ്പോൾ ദേ ആക്ച്വലി ട്രാൻസ്ഫേർഡ് മീ ടു ഇത്തിഹാദ്. ഐ വാസ് എ മോഡൽ ഇൻ ഇത്തിഹാദ് യൂണിഫോം. I was kept as a trainer to train everyone. Wow. Yeah, and moreover, how I became an organizer or how I became a coordinator That for was your events. revolution as Revolution. Yeah, because professional ആയിട്ട് വരുന്നത്. when I was small, I used to draw very well. I mix and match colors. I designed dresses for my mom. Just because I am dressing in black doesn't mean that I don't know anything about colors. I do bridal makeup for girls who cannot afford. എനിക്ക് വയ്യ. ഞാനേ ഇത് ചുരുക്കം പറഞ്ഞാലേ ഇത് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങളുടെ ഇംഗ്ലീഷാണ് അത്. വരയ്ക്കും, പെയിന്റ് ചെയ്യും, മേക്കപ്പ് ചെയ്യും, കളർ നന്നായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യും, പിന്നെ ഡ്രസ് ഡിസൈൻ ചെയ്യും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഈവന്റ് മാനേജർ ആണ്, നല്ല ഒറേറ്റർ ആണ്, മോഡലാണ്, എത്തിഹാദിന്റെ ഇന്റർനാഷണൽ മോഡലാണ്. പിന്നെ ഈ കഴിഞ്ഞ 8 ഇനിയുണ്ടോ? I am an MC. I am a very good speaker. Okay. I don't have stage fear. I don't have stage നമുക്കൊക്കെ ഒരു ഭീഷണിയായി പോയനെ അല്ലേ? I cook really well. സ്വപ്ന സുരേഷ് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പുതിയൊരു രോഗം അല്ല. ഞാനിങ്ങനെ ആലോചിക്കാം, ഞാൻ സൈക്കോളജി പഠിച്ച സമയത്ത് ഇങ്ങനൊരു രോഗത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലല്ലോ. പിന്നെയാണ് എനിക്ക് കത്തിയത് ഇത് കല്ലു കണ്ടുപിടിച്ചൊരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഈ പറഞ്ഞ ആ കുട്ടിക്കാലത്തെ പറ്റി നല്ല ശരിക്കും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഈ പറഞ്ഞ ഓർമ്മകളൊക്കെ. പക്ഷേ പിന്നീട് വന്ന ലൈഫിൽ എന്ന് പറഞ്ഞാൽ കുറേ വേദനകളുണ്ടായി അല്ലേ? പല കഥകളാണ് മലയാളികൾ ഓരോരോ യൂട്യൂബ് ചാനലിൽ കൂടി ഒക്കെ പറയുന്നത്. സത്യത്തിൽ സ്വപ്നയെക്കുറിച്ച്, സ്വപ്നയ്ക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? വിവാദമൊന്നും പറയണ്ട, ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ട. എന്നെക്കുറിച്ച് ആർക്കും അറിയില്ല. ദാറ്റ് മച്ച് ഐ ക്യാൻ ഗ്യാരണ്ടി ആൻഡ് വൗച്ച്. നോബഡി നോസ് മീ. ഡിഡ് യു നോ മീ ബിഫോർ ദിസ്? നോ, നോബഡി നോസ് മീ. ഓൺലി മൈ ഫാമിലി നോസ് അബൌട്ട് മീ. വെൻ പീപ്പിൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ കേൾക്കാൻ നിൽക്കത്തില്ല. എന്താണെന്നറിയോ? ഐ ഡോണ്ട് വാണ്ട് ടു ബി ബയസ്ഡ്. ദിസ് ഇസ് സ്വപ്ന സുരേഷ്. അയ്യോ എനിക്കറിയില്ല ഇത് ആരെക്കുറിച്ചാണോ പറയുന്നത്. എങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചാൽ ഐ വിൽ ഓപ്പൺ അപ്പ് മൈ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. സ്വപ്ന, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു നാഷണൽ ചാനലിൻ്റെ റിപ്പോർട്ടറുടെ അടുത്തു നിന്നാണല്ലോ സ്വപ്നയുടെ നമ്പർ എടുക്കുന്നത്. ഞാൻ വിളിക്കുന്നു. ഇന്നേ വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് വന്നത്, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഐ മീൻ എല്ലാവരും ഓടി ഒളിക്കുക, പേടിക്കുക. ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഭീകരജീവിയൊന്നും അല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ആരാണ് എന്താണെന്ന് അറിയില്ലാതെ പീപ്പിൾ ഗേവ് മീ ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ്. സോ ഐ ഹാവ് സർവൈവ്ഡ് ആൻഡ് ഹവ് കം എ ലോങ് വേ. ആൻഡ് മൈ ബാറ്റിൽ ആക്ച്വലി വിത്ത് മൈ ഓൺ ലൈഫ് സ്റ്റാർട്ടഡ് അറ്റ് ദി ഏജ് ഓഫ് 18 when I got married. സോ ഈ പറയുന്നത് പോലെ
ഒരുപാട് പേരെ കെട്ടി, ഒന്ന് കഴിഞ്ഞു അത് അടുത്ത് കളഞ്ഞു, അങ്ങനെ കളഞ്ഞു ഇങ്ങനെ കളഞ്ഞു, ഇതൊക്കെ തെറ്റാ. എല്ലാവരുടെ ജീവിതത്തിലും ഇതെല്ലാം ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തിൽ ഒരു സ്വപ്ന സുരേഷ് ഉണ്ട്. It doesn't come out, correct? Sometimes you are trying to live with somebody and have a happy married life, but that the other person is responsible for all your issues. But that person who is responsible for that issue, ആ വ്യക്തി വെളിയിൽ വരുന്നില്ല. ആൻഡ് ഈ കുരിശ് സ്വപ്ന സുരേഷ് അല്ലെങ്കിൽ വേറൊരു ലേഡി ആണ് ചുമക്കുന്നത്. സ്വപ്ന അത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഈ സ്ത്രീകൾ ഒരു ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പറ്റി ഇന്നും സമൂഹം കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഡിവോഴ്സിയാന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രോബ്ലം ഉള്ള സ്ത്രീയാണെന്നുള്ള ഒരു ഇമേജ് ആണ് ഉണ്ടാവുന്നത്. You get a permanent visa stamped onto your passport or jadagam or life that she is a divorcee, and then a group of community, a group of people where you don't have freedom even to talk to a gentleman or a lady. If you talk to a lady who is actually having a very good family life, she's scared that about her husband. She feels insecure. If I talk to a gentleman and I say that I need some help or I need some ഒരു ആവശ്യം, ഒന്ന് ഡ്രോപ്പ് ചെയ്യോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ജോലി ഇല്ല, ഒരു ജോലി കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ, then they are at your service. They make you feel like a princess and they do this. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. When I was 21, 22, ഒരുപാട് പേര്. വേറൊരു കാര്യം കൂടെ, കുറച്ച് സുന്ദരിയും കൂടെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. സുന്ദരിയൊന്നുമല്ല, ഒരു കണ്ണ് ഇങ്ങോട്ടും തിരിഞ്ഞ് അപ്പൊ എൻ്റെ മകൻ എന്നെ കണ്ടു പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് മൈൻഡ്. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയെ കണ്ടു പഠിക്കണ്ട. I have those values and morals. I discuss everything with my children. I tell them this is how they are talking. This is how they are trying to use the opportunity. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യണവർക്ക് ഞാൻ വേറെ ചീത്ത പറയേ ബ്ലോക്ക് ചെയ്യോ ഒന്നും ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഞാൻ അവരോട് ജസ്റ്റ് ഒന്ന് പറയും, ഒന്ന് താഴെ വരെ വരാമോ, ഒന്ന് വെയിറ്റ് ചെയ്യോ. അപ്പോൾ പറയും വരാം, എന്നിട്ട് മേളിൽ വരട്ടെ. അപ്പോൾ ഞാൻ പറയും ഇല്ലില്ല, മേളിൽ വരണ്ട, ഞാൻ എൻ്റെ സൂട്ട് കേസൊക്കെ പാക്ക് ചെയ്യുക, എന്നെ വീട്ടിൽ കൊണ്ടുപോകണേ താമസിപ്പിക്കാൻ. ഐ വിൽ ലിവ് വിത്ത് യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ, വിത്ത് മൈ ചിൽഡ്രൻ. ആർ യു റെഡി ഫോർ ഇറ്റ്? ആർ യു റെഡി ടു മാരി മീ? No. That is വേണ്ട. Oh, that is not possible. In the night they want to crawl into my house. Excuse me, I don't entertain such people. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞു, there were issues. Okay, not just adjustment issues with family and all those things. We had to part, but we are very good friends till date. ആ ചേട്ടൻ വിളിക്കുമ്പോൾ he openly shares his worries, his ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, മൂഡ് ഓഫ്. he calls and tells me and I'll say what, I don't worry. ഞാനിവിടെ മൊത്തം പ്രശ്നത്തിലായിരിക്കും, പക്ഷെ ഞാൻ പറയും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, നീ പറഞ്ഞല്ലോ മതി. I never disturb him. I have never asked for anything from him, nothing. But I always taught my daughter to love her father. She's with her father now. I have taught her to love her stepmother. Because നമ്മൾ പേരൻസ് മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് we should not poison our children. തീർച്ചയായിട്ടും. Keep that relation. You don't have to see him only as husband. You don't have to see him as anything else. I have told him, promised him one thing, that he doesn't have siblings. He has definitely a wife. We don't know. നാളൊരു സമയത്ത് if something happens, any tragedy happens, human life അല്ലേ, if you are alone and if your daughter is busy in her daily affairs and she's not able to take care of you, please walk to my house with no ego, with no complexes. I will take care of you as a daughter, as a sister, as a mother, as a good friend. Because at the age of 60-70 people will not say അയാൾ അവളെ കൂടെ വീണ്ടും കൂടി ഫോർ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയത്തില്ലല്ലോ. I will take care of him, love him and give him the care of whichever role it has to be. Yeah. This is my promise to, thank you. This is my promise to all of them, എൻ്റെ അച്ഛനെ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ അമ്മയെ നോക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ മറ്റൊരു ജന്മത്തിനെ നോക്കണോണ്ട് എന്താ കുഴപ്പം? മേ ബി ആളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടായിരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ എൻ്റെ ഇമ്മച്യൂരിറ്റിയുടെ ഏജ് കൊണ്ടാവാം. there is no point in throwing shit at each other. But let's part as good friends. And when at one point of time maybe he will realize or I will realize that we made a mistake, but still we can do penance അല്ലേ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു കല്യാണം നമ്മൾ സെപ്പറേറ്റ് ആയി നമ്മൾ ഡിവോഴ്സ് ചെയ്തു.
രണ്ടാമത് 7-8 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചു, മോളെ നോക്കി ഒറ്റയ്ക്ക് ജീവിച്ചു. എൻ്റെ ഹസ്ബൻഡിനെ പിഴിഞ്ഞപ്പോൾ ആൻറ്റി ഡിപ്രഷൻസിലായിരുന്നു, കുറേ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തി. ഇതൊന്നും ആരും പറയത്തില്ല. പിന്നെ ഒരു സൈക്കാട്രിസ്റ്റാണ് എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. സോ വൈ ആർ യു ആക്ച്വലി ഡൂയിങ് ദിസ്? ഒരു 30 ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഐ വാസ് ഓൾമോസ്റ്റ് ഡെഡ്, അഡ്മിറ്റഡ് ഇൻ ദി ICU for 3 to 4 days. Then the psychiatrist comes to me and says, why are you doing this? You did it for your husband, your parents, or who? So I said, I don't know, I miss my husband. And then he said, he's actually enjoying in the nightclub out there. Actually, but he was just trying to counsel me. Then I realized, why should I do all this for somebody else? ആ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, I will take care of him in his last days. You understood. Then 7-8 years I did not marry. Then later, my mother started saying, my father started saying, നാണക്കേടാ, ഒറ്റയ്ക്ക് ജീവിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു, കല്യാണം വീട്ടിൽ പോയാലും ബുദ്ധിമുട്ടാ, ഈ നാട്ടിലെ ആൾക്കാർ. By the time you came to Kerala? Yeah, I came to Kerala for some time. സിംഗിൾ പേരന്റിന്റെ വേദനകളാണ് ഇത് സത്യത്തിൽ. At that age of mine. അപ്പോൾ എന്നിട്ടും I managed everything. പിന്നെ 7-8 കൊല്ലം കഴിഞ്ഞപ്പോൾ my mother said, കല്യാണം കഴിക്കണം. അപ്പോൾ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. ഈ സെക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല സ്വപ്ന സുരേഷ് രണ്ടാമത് കല്യാണം കഴിച്ച്. സ്വപ്ന സുരേഷ് രണ്ടാമത് കല്യാണം കഴിച്ചതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. I wanted a baby boy. Okay, I wanted a baby boy because at some point of my life, I understood that my brothers will become very busy in life. If I ever die, then some municipality or corporation will have to take my remains. എൻ്റെ മകൾക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ, കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. People may not allow her to do either. So I need my own blood to perform my last rites. അതും പ്രതീക്ഷ ഒരു ആൺകുട്ടി ആവണേ എന്ന് അല്ലേ? ഒരു കുട്ടി ഉണ്ടാവും. ഒരു ആൺകുട്ടിക്ക് വേണ്ടി എന്തായാലും കല്യാണം കഴിക്കണമല്ലോ. അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഐ മെറ്റ് ദിസ് ജെന്റിൽമാൻ, ഓങ്കുട്ടൻ്റെ മകനെ ജോലി ചെയ്തപ്പോൾ. ആൻഡ് ദെൻ ബട്ട് ഐ റിയലൈസ്ഡ് ഓർ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ മാരേജ്. വീണ്ടും കെട്ടിപ്പൊക്കി വന്ന സ്വപ്നങ്ങളെല്ലാം തകർന്ന് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ വീണ്ടും ആരുടെയോ ഒരു റിമെയിൻസ് എടുത്ത് അണിഞ്ഞൊരു ഫീലിംഗ് ആയിപ്പോയി താലി. അപ്പോൾ ഈ താലിയുടെ വാല്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താലിയിട്ട് ഇൻഡിക്കേറ്റർ എന്നാണ് ഞാൻ പറയണേ, ഇൻഡിക്കേറ്റർ ദാറ്റ് യു ആർ ടേക്കൺ ആൻഡ് യു ആർ നോട്ട് അവൈലബിൾ എന്നുള്ള ഇൻഡിക്കേറ്റർ ഇടാനും ഒരു നല്ല മലയാളി ഭാര്യയായി ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് സംഹൗ അതും നടന്നില്ല. ഐ കൺസീവ്ഡ് ദ നെക്സ്റ്റ് മന്ത് ആഫ്റ്റർ മൈ മാരേജ് ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ഒരു വൺ ടൈം റിലേഷൻഷിപ്പ്. But I was literally praying, ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്കൊരു ആൺകുട്ടിയെ തരണേ എന്ന് പറഞ്ഞു. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ വെദർ ദ ബേബി ഈസ് ബോയ് ഓർ ഗേൾ. മോൻ്റെ പേര് ഓം. ആൻഡ് ദെൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് കാണണ്ടേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, വെളിയിലിരിക്കുന്ന എന്നെ ചാലഞ്ച് ചെയ്ത് എൻ്റെ ഭർത്താവൊക്കെ ഉണ്ട്, ഇനി പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ ഫിനാൻസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ആൾ ഭയങ്കര ടെൻസ്ഡ് ഒക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, വെളിയിലിരിക്കുന്ന ആളോട് ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് പറയും ആൺകുട്ടിയാണെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആൺകുട്ടിയാണെന്ന്? ഞാൻ പ്രാർത്ഥിച്ചു ഉണ്ടായതാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. ഗുരുവായൂരപ്പൻ തന്ന ആ ബ്ലെസ്സിങ് ആണ് എൻ്റെ മോൻ. നമ്മുടെ ഇപ്പോൾ ചേച്ചി പറഞ്ഞതിലൂടെ അറിഞ്ഞ മുഖമുണ്ട് സ്വപ്ന സുരേഷിൻ്റെ. ഇപ്പോൾ ഈ ഇത്രയും നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറി സ്വപ്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പനോട്. ഇനി ലൈഫിൽ ഒരുപാട് സമാധാനം വരട്ടെ. ഈ പീസ്ഫുൾ മൈൻഡ് വേണമല്ലോ നമുക്ക്. അപ്പോൾ ഒരുപാട് ഒരു സമാധാനം കിട്ടട്ടെ എന്നാണ് ഒരു ബ്രദറായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വപ്നയ്ക്ക് വേണ്ടി. ഇനി 22 വർഷങ്ങൾക്ക് ശേഷം സ്വപ്ന സുരേഷ് ഈ കറുപ്പിൽ നിന്ന് മാറി വെളുപ്പിലേക്ക് വരാൻ പോവാണ്. ഈ വേഷമൊക്കെ മാറി, ഈ കറുത്ത വേഷം മാറിയിട്ട്, കറുത്ത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ഈ കറുത്ത വേഷം 22 വർഷങ്ങൾക്ക് ശേഷം മാറ്റിയിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കസവ് ഉടുത്തുകൊണ്ട് തനി മലയാളി മങ്കയായിട്ട് സ്വപ്ന സുരേഷ് വരാൻ പോവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിറയെ നിറങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ ഒരുപാട് നിറങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല സ്വപ്നയുടെ ഇനിയും വിശേഷങ്ങൾ അറിയാനുണ്ട്. സ്വപ്ന ഉണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാത്തിരിക്കുക. സദ്യയൊക്കെ റെഡിയാണ്. ഇങ്ങനൊരു സ്വപ്നയെ മലയാളികൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഒരു തരി പോലും എനിക്ക് ബോറടിച്ചില്ല. ഞാനിങ്ങനെ അത്ഭുത പരതന്ത്രയായിട്ടാണ്.
ഡംസ് ട്രാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കാത്തിരിക്കാൻ, ഞാൻ സ്പോൺസറുടെ കാര്യം പോലും പറയാൻ മറന്നുപോയി. ഇത് ഫിറ്റ് വിത്ത് ATP പ്രസൻസ് നല്ലോണം ഉണ്ടോണം. സത്യത്തിൽ മറന്നു ചേച്ചി ഇതൊക്കെ കേട്ടോ കഴിഞ്ഞപ്പോഴത്തേക്കും. സത്യത്തിൽ ഞങ്ങൾ ഇതൊക്കെ പല പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. ആണോ, ഇടയ്ക്കിടയ്ക്ക് പറയണമായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ അതെല്ലാം മറന്നുപോയി. അപ്പോ ഫിറ്റ് വിത്ത് ATP ആൾക്കാർ സദയം ക്ഷമിക്കുക. സ്വപ്നയുടെ ഇങ്ങനെ വാക്കുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് സ്വപ്നയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടുവരികയാണ്. നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇനി സ്വപ്ന നമുക്ക് പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായിട്ട്. ഇത് ഫിറ്റ് വിത്ത് ATP പ്രസൻസ് നല്ലോണം ഉണ്ടോണം. അയ്യോടാ, ഇതൊരു അമ്മക്കുട്ടനാണല്ലോ. എല്ലാ ദിവസവും വാരി തരാറുണ്ടോ അമ്മ? ഇല്ല, സമയം കിട്ടുമ്പോഴൊക്കെ അല്ലേ? അമ്മ എന്നും മാറി തന്ന കൈ വേനെടുക്കും. It actually is very hard. It soaks also. പിന്നെ അതിനെ എടുത്തിട്ടാണ് we roast a little bit, not so brown, a little goldish. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗ്ലാസ് ലുക്ക് ആയിരിക്കും. ഇതിന്റെ കൂടെ നമ്മൾ വേറൊരു സാധനം ചേർക്കും, ചൊവ്വഴി. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടി കൊടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ.